സൺസ്ക്രീൻ ഇതാണ് ഗൈസ്. ഇത് ഞെക്കിട്ടൊന്നും വരണില്ല. ഞങ്ങള് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി എവിടെ 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 ഇടക്കൊരങ്ങ ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. ഞാനും അശ്വതിയും ഐശ്വര്യയും കൂടിയിട്ട് പോകുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ചിമ്മിനി ഡാമിലോട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ 3 പേര് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്നലെ നമ്മുടെ അശ്വതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ അവൾക്കൊരു സർപ്രൈസ് കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പലരും പല വഴിക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ കോളേജ്, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇയർ ഞങ്ങൾ പാസ് ഔട്ടായി. അപ്പോൾ ഇതിലേ കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൊക്ലാജി അടിച്ചു ഗൈസ്. എന്താ പറയുക, അത് വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണല്ലേ. സത്യം പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഇങ്ങനൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വായു. ഞങ്ങളുടെ ചിമ്മിനി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്ത്, പക്ഷെ ഇറങ്ങിയാന്നപ്പോ ഒരു 7:30 ആയി. കുഴപ്പമില്ല, അടിപൊളി സ്ഥലമാണ്. അതെ അതെ, ഇത് ഏതാ സ്ഥലം? കോന്തിപുരം. ഞങ്ങള് മാപ്രാടം കൂടിയിട്ടാണ് പോണത്. ചൊക്കനെ കൂടിയിട്ട് പോണെന്നൊക്കെയാണ് വിചാരിക്കണേ. പക്ഷെ ഞങ്ങക്ക് വഴിയൊന്നും അറിയാൻ പാടില്ല. മാപ്പിട്ടിട്ടാണ് പോണേ. ഒരു തവണ എന്തോ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പനിയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിട്ടുള്ളത്. പക്ഷെ പനി മാറി വന്ന് തല പൊന്തിയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. വീട്ടുകാരെയും ചീത്തൊക്കെ കേട്ട് എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പോയിട്ട് തരാം. സൺസ്ക്രീൻ ഇതാണ് ഗൈസ്. ഇത് ഞെക്കിട്ടൊന്നും വരണില്ല. വെയിലോണ്ട് പടലക്കിട്ട് ഇപ്പഴേ തന്നെ വന്നു. ഞങ്ങള് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി എവിടെ എവിടെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, വയറ് കാലിയാണ്. ഇന്നലെ വേണ്ടിട്ട് ഇവിടെ കാണാൻ വേണ്ടി പ്രകൃതി രമണീയമായ സ്ഥലം. എന്തൊരു വെയിൽ, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് അശ്വതിനെ നമുക്ക് മിസ്സായി ഗൈസ്. നല്ല ട്രാഫിക് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾ എങ്ങോട്ടോ പോയി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഒരു കേക്ക് വാങ്ങുവാണ്. വേറൊന്നുമല്ല, ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതായത് അശ്വതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല, അതുകൊണ്ട് ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിനി അവിടെ പോയിട്ട് കട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവൾ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. നമുക്ക് നോക്കാം അവൾ സർപ്രൈസ് ആവോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പക്ഷെ എന്താ പറയാ, ഞങ്ങളെ കൂട്ടാണ്ട് പോയി. അവളാദ്യമേ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോയി. ഞങ്ങളിവിടെ പെട്ട് അവിടെ തന്നെ നിന്ന് ഞങ്ങളെ കണ്ടുപിടിക്കാൻ പോയിട്ട് അവിടെ ഏതോ ഒരു മാതാ സ്കൂളിൽ അടക്കണ്ടെന്നൊക്കെ പറയാണ്. എന്താവോ തമ്പുരാനറിയാം. ഗൈസ് അങ്ങോട്ട് നോക്കൂ, അശ്വതി സ്പോട്ടഡ്. അപ്പോൾ അവളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദൂരം പോയിട്ടോ. ഇനി അങ്ങോട്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വിശാലമായ റോഡാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഈ ഒരു റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആണ്. അങ്ങനെ നമ്മളിതേ ചിമ്മിനി ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, അങ്ങോട്ട് കടന്നതിന് ശേഷം അവിടെ ഓഫീസേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കണം. അതായത് നമ്മളെ വണ്ടിയുടെ നമ്പർ, അതുപോലെ നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം കേട്ടോ. തുടങ്ങിയിട്ടാണ് ഏതെങ്കിലും ദിവസം തുടങ്ങിയിട്ട് 8-ാം തീയതി വരെ എന്തോ ഇവിടെ മറ്റേ വന്യജീവി നമുക്കറിയാൻ പാടില്ല. എന്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. നമ്മൾ അഡ്രസ് മാത്രം എഴുതി കൊടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് എൻട്രൻസ് ചെയ്യാം, അല്ല എൻറ്റർ ചെയ്യാം. നമ്മളെങ്ങാനും വല്ല ആനങ്ങാൻ ചവിട്ടി പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രസ്സിലിടാം. അന്ന് നമ്മൾ വന്നപ്പോ ഇവിടെ ഒരു മയില് നിന്ന് ഡാൻസ് കളിക്കണ്ടേന്. ഞങ്ങൾ 1 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. 1 വർഷമായി നമ്മൾ വന്നിട്ട്. നമ്മളെ ഏകദേശം എത്താനായി. ലെഫ്റ്റിക്കാണോ റൈറ്റിക്കാണോ
ഇവിടേക്കാണോ പോണ്ടേ? ലെഫ്റ്റിക്കാന്ന് തോന്നുന്നു പോണ്ടേ. ഇവിടെയാണോ സ്ഥലം? ഇങ്ങനെ ഇവിടെ എല്ലാം തോന്നുന്നു ഇടണ്ടേ. അവിടെ അങ്ങോട്ട് പോണം. എത്തിയിട്ടില്ല, കുറച്ചും കൂടെ ദൂരം പോകാണ്ട്. അപ്പുറത്തിപ്പെടാ ടോയ്ലറ്റ് പോണ സ്ഥലം. അവിടെ 2 വീലേഴ്സ് ഒക്കെ വെക്കണ്ട. RX അപ്പുറത്ത് നോട്ടിക്കൂടെ. ആക്സസിന്റെ അപ്പുറത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ കുറേ നടന്നിട്ട് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. നടക്കുമ്പോഴൊക്കെ കുരങ്ങന്മാർ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടോ വാങ്ങിച്ചത്? വരുന്ന വഴിക്ക് നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര വിശപ്പഴുത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് കേട്ടോ. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചതാ, പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നില്ല. അതെ, നമ്മളിപ്പോ ഇവിടെ എത്തി, ഡാമിൻ്റെ ഉള്ളിൽ എത്തിയത്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചത് ഇടക്കുരങ്ങ ചോറ് കഴിക്കണുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെയാണെന്ന്. ശരിക്കും വാരി കഴിക്കുന്നു. തല്ലൂടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അശ്വതി ഐശ്വര്യം കൂടി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അവർ പെട്ടെന്ന് തന്നെ വന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കേക്കൊക്കെ വീണ്ടും എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേക്ക് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കേക്ക് കട്ടിങ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഊഞ്ഞാലാടാണ് ഗൈസ്. ഇവിടെ 2 ഊഞ്ഞാലുണ്ട്. നല്ല അടിപൊളി വൈബാണ്. അവിടെ കാട്ടിലേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമുക്ക് എന്താ പറയാ അവിടെ അതിനെന്താടി പറയാ? കൊട്ടവഞ്ചി. കൊട്ടവഞ്ചി പോണില്ലല്ലോ എന്താ പറയും. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എന്താ പറയുക അപ്പുറത്തേക്ക് പോകാട്ടോ. അവിടെ വരെ കൊണ്ടുപോകും. എന്തോ 20 മിനിറ്റാണ് ടൈമെന്ന് തോന്നുന്നു. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. 4 പേർക്ക് പോവാം. അപ്പോൾ നമുക്ക് അപ്പുറത്ത് വരെ പോകാനായിട്ട് പറ്റും. അങ്ങടെ ഇറക്കൊന്നുമില്ല കേട്ടോ. അവിടെ കരടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നൈസ് വൈബാണ് കേട്ടോ. അവിടെ വന്നിരിക്കാനായിട്ട് അടിപൊളിയാണ്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നല്ല രസമാണ്. മഴ അതാണ് കുന്നിന്റെ മുകളിലാണ് ആദ്യം മഴ പെയ്യാ. ഓം ശാന്തി ചാനലിൽ പൊളി പറയാനിട്ടിട്ടില്ലേ? തെറ്റെന്റെ ഭാഗത്താ. അവസാനം മഴ പെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കേണ്ടി വന്നു. കുറച്ചു നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇനി കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത്ര തന്നെ ഉള്ളൂ. കുറച്ചു നേരം ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. സെറ്റായി. ഇനി നമ്മൾ പോവാണ്. ഇനി അവിടെ പോണ വഴിക്കൊരു ഇങ്ങനൊരു എന്താ പറയാ അരുവി. നല്ല രസമാണ് അവിടെ. അവിടെയും കൂടെ ഒന്ന് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോയാലേ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവുള്ളൂ. വെള്ളത്തിൽ കളിക്കാം. വെള്ളത്തിൽ കളിക്കാൻ പോവാണ്. ബൈ. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വെള്ളച്ചാട്ടമല്ല, ഈ അരുവിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകണം. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അശ്വതിക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. കേക്ക് കട്ടിങ്. വലിയ സർപ്രൈസ് ഒന്നല്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യണം, അത്ര തന്നെ. കേക്കിൻ്റെ പോലെ എന്തായാണോ തുറക്കണം. മഴയൊക്കെ പെയ്തതിൻ്റെ ഇടയ്ക്ക് കേക്ക് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവൾ വന്നിട്ടില്ല. ഞങ്ങൾ സ്പീഡിൽ ഇങ്ങോട്ട് ഓടിച്ചു പോലെ. ഞാൻ പറഞ്ഞു പതുക്കെ വന്നാൽ ചെരുപ്പത്തിൽ വെക്കുക, അല്ലെങ്കിൽ അവിടെ ഇടണോ? അവിടെ ഇട്ടാൽ മതിയോ? ബാഗ് എടുക്കാല്ലേ? വരുമായിരിക്കില്ല ആള്. നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നതാണ് കേട്ടോ. ഇതിലൊക്കെ നൈഫ് ഇഷ്ടമുണ്ട്. ഒരു പൊടി പോലും ഇല്ല ഭാഗ്യത്തിന്. അശ്വതി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഐശ്വര്യ ഇവിടെ നിന്ന് ഓടിപ്പോയി വാനിഷായി പോയി. ഇതെവിടെ പോകണോ? അവനോട് താക്കോലൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. വണ്ടിയുടെ ഉള്ളിലേക്ക് പോയാ ഹാൻഡ് ഇറങ്ങി. അങ്ങോട്ട് പോവാം. സത്യം പറഞ്ഞാൽ എവിടേക്കാ പോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്താണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഉണ്ട്. കേക്കൊക്കെ അവിടെ വെച്ചണാവോ. അശ്വതിക്കുട്ടി നടന്ന് വരുന്നുണ്ട്. മന്ദം പൊയ്ക്കോ അതെ അവളവിടെ ഉണ്ട്. അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവും.
അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഐസ്ക്രീം ചേട്ടയില്ലേ അത് സ്പൂണ് മാത്രം ചോദിക്കും. അല്ല എന്റെ എങ്ങനെ കൊണ്ടുവന്നപ്പോ മെൽറ്റാവണ്ടിരുന്നു ഇത്ര നേരം പോയിണ്ട് മെൽറ്റാവണ്ടെങ്ങനെ ഇരുന്നു അറിയില്ല. ഇത്ര നേരം എന്ത് തോന്നുന്നു? പ്രതീക്ഷ വണ്ടിയിലല്ലേ ഒരു വെക്കും എത്ര നേരം. ഞങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചതാ, പിന്നെ ഒരു സ്പേസ് കിട്ടിയില്ല. ഇവിടെ ഒരു ഐസ്ക്രീം ചേട്ടനുണ്ട്. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് കത്തി വാങ്ങുന്നുണ്ട്. കത്തി കിട്ടിയിട്ടുണ്ട്. ഇതിനല്ലേ ഓടിപ്പോത്. ഞാൻ വിചാരിച്ച് പാന്റ് മാറാൻ ഇവിടെ സ്ഥലമില്ല. താങ്ക് യു. കുട്ടിയുടെ ജന്മദിനമാണ്. എത്ര 10-30 വയസ്സായി കണ്ടാ പറയോ? 19 വയസ്സിന്റെ അത്ര കുഞ്ഞു വയ്ക്കുന്നല്ലോ നിങ്ങൾ എവിടെന്നാ? അരിമ്പൂര്. ഇത് ഫാമിലി ട്രിപ്പാ? ഓഫീസ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കമ്പനി ആയിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഐശ്വര്യ അവർക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്തായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്തു. അപ്പോൾ പിന്നീട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.